നമസ്കാരം. ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. പൊരുത്തത്തിൽ ഉള്ള പൊരുത്തക്കേടുകൾ പലപ്പോഴും സംസാരിക്കണം എന്ന് പറഞ്ഞ വിഷയമാണ്. നമ്മൾ വിവാഹബന്ധങ്ങൾ ഇപ്പം നോക്കുന്ന സമയത്ത് ജ്യോതിഷന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആൾക്കാരുടെ അടുത്തോ നമ്മൾ പോയി പൊരുത്തം നോക്കാറുണ്ട്. എന്നാൽ 10ൽ 10 പൊരുത്തമോ 9 പൊരുത്തമോ 8 പൊരുത്തമോ കിട്ടിയ പല ബന്ധങ്ങളും വിവാഹ മോചനത്തിലേക്ക് എത്തുന്നതായിട്ടും കാണാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, അതെന്താണ് അങ്ങനെ? നിങ്ങളല്ലേ പറഞ്ഞത്, അല്ലെ ജ്യോത്സ്യനല്ലേ പറഞ്ഞത് 10ൽ പൊരുത്തമാണ്, ദീർഘമാംഗല്യ യോഗമുണ്ട്, സ്ത്രീ ദീർഘമുണ്ട്, രജ്ജു ദോഷമില്ല, മാഹേന്ദ്രമുണ്ട്, ഗണമുണ്ട്, എല്ലാ പൊരുത്തവും ഉണ്ട്. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? പലപ്പോഴും ജ്യോതിഷന്മാരല്ല അതേപോലെ നോക്കുന്നവർ കേവലം പൊരുത്തം മാത്രം നോക്കി വിവാഹം നടത്താൻ സമ്മതിക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട്. ആ ജ്യോതിഷന്മാരുടെ അഭിപ്രായ പ്രകാരം ചേരും എന്ന് പറഞ്ഞ് വീട്ടുകാരും നടത്താറുണ്ട്. അപ്പം ഞാനൊക്കെ നോക്കുന്ന സമയത്ത് കേവലം പൊരുത്തം മാത്രം നോക്കാറില്ല. പൊരുത്തം, പാപസാമ്യത, ഈ പറയുന്ന കുജദോഷ സാമ്യം, ദശാസന്ധി ഒക്കെ നോക്കുമെങ്കിലും അതിലുപരി അവരുടെ മനപ്പൊരുത്തം, അവർ ചേർന്നാൽ എങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് ഞാനൊക്കെ പഠിച്ചത് ആദ്യമേ തന്നെ നവാംശകത്തിൻ്റെ കുറേയധികം ഗുരുനാഥൻ്റെ നിന്ന് പഠിച്ചതുകൊണ്ട് ആ അംശവും നമ്മൾ കീറി മുറിച്ച് നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും വരുന്ന ഒരു 90% ജാതകങ്ങളും ചേരാറില്ല എൻ്റെ അടുത്ത് വരുമ്പോൾ. പലരും ചോദിക്കാറുണ്ട്, മറ്റേ ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചേർന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ നോക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അതിനോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ ഉപാസന കൊണ്ട് ഫലം പറയുന്ന രീതി ആയതുകൊണ്ടും ഉപാസനമൂർത്തിയുടെ ബലത്തിലാണ് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടും അപ്പം ഞാനാണെങ്കിൽ ശംഖിലൊഴിവ് നോക്കും. പൊരുത്തം കിട്ടിയാൽ പോലും ശംഖിലൊഴിവ് കിട്ടിയില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദേവത ചേർക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ശംഖിലോ പെൻഡലത്തിലോ നിങ്ങളുടെ ഉപാധി വെച്ച് ഒഴിവ് നോക്കി ദേവതയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ അതിനകത്ത് പൊരുത്തക്കേടുകളുണ്ട് എന്ന് തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജാതകമൊന്നും ഒരിക്കലും ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊന്നും ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാതകം എന്ന് പറയുന്നത് ശരിക്കും അമ്മയുടെ ഉദരത്തിൽ വിജാധാനം നടത്തി സംഗമം നടത്തി അവിടെ ജീവൻ ഉത്ഭവിക്കുമ്പോൾ എടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ ആരും ഇപ്പോൾ എടുക്കാൻ ശ്രമിക്കാറുമില്ല, നടക്കത്തുമില്ല. അതാണ് യഥാർത്ഥ ജാതകം അല്ലെങ്കിൽ തലക്കുറി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതൊക്കെ ഒരു 50% ആക്യുറസി ഉള്ളൂ ഈ വരുന്ന ഗ്രഹനിലയ്ക്ക്. അതിനകത്തുനിന്നാണ് നമ്മൾ ഗ്രഹപ്പൊരുത്തം വെച്ചിട്ട് അല്ലെ നക്ഷത്രപ്പൊരുത്തം വെച്ചിട്ട് ജാതകങ്ങൾ ചേർക്കുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മനപ്പൊരുത്തം ഉണ്ടോ എന്ന് ആദ്യമേ നോക്കണം. ആചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനപ്പൊരുത്തം ഉള്ളവർ വന്നിരുന്നാൽ എഴുന്നേറ്റ് നിന്ന് തൊഴണം എന്നൊക്കെയാണ് ആചാര്യഹിതം. അപ്പം അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടോ എന്ന് നോക്കണം. അല്ല, മനപ്പൊരുത്തം ഇല്ലാത്തവരെ ചേർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നമുണ്ട്. പിന്നെ അംശകദോഷവും അത്ര ഭാഗമാക്കാണെങ്കിലും ഏറ്റവും വേണ്ട മനപ്പൊരുത്തമാണ്. പലരും ചോദിക്കും, ജാതകം ഒന്നും നോക്കാതെ ഞങ്ങൾ വിവാഹം കഴിച്ചാൽ, പ്രേമിച്ച് വിവാഹം കഴിച്ചാണ്, ഞങ്ങളിപ്പോൾ 30 വർഷമായി, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് ആ മനപ്പൊരുത്തം ഉണ്ട് അവർക്ക്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാനത് ശംഖിലൂടെ നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ മനപ്പൊരുത്തം ഇല്ലാതെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ താലി കെട്ടി അവർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അസ്വാരസ്യങ്ങളുണ്ടാവാം. ഇവർ നേരത്തെ ഒരു പരിചയം ഉണ്ടാവില്ല. ഒരു പരിചയമില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ വീടുമായിട്ടോ അവിടുത്തെ അച്ഛനും അമ്മയായിട്ടോ നാത്തൂനുമായിട്ടോ ഒക്കെ, പുരുഷനായാലും തിരിച്ചും ഒക്കെ ഇണങ്ങിപ്പോകാൻ സാധിക്കാതെ വരുമ്പോഴാണ്. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും അതേപോലെയുള്ള യൂട്യൂബിലെയും ഒക്കെ കാര്യങ്ങളാണ് വെച്ചിട്ട് അവരെല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അവബോധമുള്ളൊരു സമൂഹമാണ്. പെട്ടെന്ന് തന്നെ അവർ റിയാക്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് ഡിവോഴ്സിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 3-6 മാസമൊക്കെ ആകുമ്പോൾ ഡിവോഴ്സിന് പോകണമല്ല, പിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പം ജാതക പൊരുത്തത്തിനേക്കാൾ ഉപരി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട മനപ്പൊരുത്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറേ കാലം സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവർക്ക് അവരെ തന്നെ അന്യോന്യം പരസ്പരം മനസ്സിലാക്കിയൊക്കെ കഴിഞ്ഞു കാണും. ഒരു 1-2 വർഷം കൊണ്ടൊക്കെ അവരെ പരസ്പരം മനസ്സിലാക്കി അവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി കാണും. അപ്പോൾ അവർക്ക് ജീവിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. എന്നാലും അതുമുണ്ട്. അല്ലാതെ ഈ പൊരുത്തം മാത്രം വെച്ചിട്ട് പൊരുത്തമുണ്ട്, 10ൽ 10 പൊരുത്തമുണ്ട്, അതുകൊണ്ട് ചേർപ്പിച്ച് കളയാന്ന് വിചാരിക്കരുത്. ഏറ്റവും വേണ്ടത് മനപ്പൊരുത്താണ്. ഏറ്റവും വേണ്ടത് മനപ്പൊരുത്തം ഇല്ലെങ്കിൽ പോയി. അപ്പം പൊരുത്തത്തിലെ പൊരുത്തക്കേടുകൾ എന്ന് പറഞ്ഞാൽ ജാതകത്തിലെ പൊരുത്തം കൊണ്ട് മാത്രം നിങ്ങൾ വിവാഹം നടത്താതെ ഇവർ തമ്മിൽ സംസാരിച്ച് അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു പരിചയമായി അവരവരുടെ ഇഷ്ടങ്ങൾ, പുരുഷനും സ്ത്രീക്കും അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീക്കുണ്ടാവാം, പുരുഷനുണ്ടാവാം. പുരുഷന് ചിലപ്പം കുറച്ച് സങ്കല്പങ്ങളുണ്ടാവാം, ഇഷ്ടങ്ങളുണ്ടാവാം. പല കേസുകളും വശത്തിനും അതിനും ഇതിനുമൊക്കെ ആയിട്ട് വരുന്ന പല കേസുകളിലും വരുന്ന വിവാഹം കഴിഞ്ഞ്
ഒരു 2-3 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ മറ്റ് പല മേഖലകളിലേക്ക് മാറിക്കഴിയുമ്പോൾ അവരുടെ സ്റ്റാറ്റസിനൊത്ത ജീവിതമല്ല ഇതെന്നൊക്കെ ചിന്തിച്ച് കളയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു കേസ്, ആള് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ വിദേശ കൾച്ചറുമായിട്ടൊന്ന് ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ സ്റ്റാറ്റസിനെ പറ്റി ഭാര്യയല്ല എന്ന് ചിന്ത വന്നു. ആദ്യമേ ഇയാളുടെ സ്റ്റാറ്റസ് അത് തന്നെ ആയിരുന്നു. പല കുടുംബങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടി കയറി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ പുരുഷൻ കയറി ചെല്ലുന്ന സമയത്ത് ഈ ഇവരുടെ അങ്ങേത്തലൊക്കെ നിൽക്കുന്ന ആളുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, ഒരു പൈസ ഉണ്ടാവില്ല, ഒരു ലെവലും ഉണ്ടാവില്ല. പക്ഷേ ഈ പെൺകുട്ടി ചെന്നതിന് ശേഷം ചിലപ്പോൾ അവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടി, ഒരു 1-2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സാലറിയുള്ള ജോലിയിലേക്കൊക്കെ ആവുന്ന സമയത്ത് ഇവർക്കൊരു ചിന്തയുണ്ടാവും, ഇത് പോരായല്ലോ, ഒരു 101 പവൻ വാങ്ങിച്ചുകൂടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിലും നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കിട്ടുമായിരുന്നു. ഇങ്ങനെ ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. ഇതാണ് പൊരുത്തക്കേടെന്ന് പറയും. അവർ തമ്മിൽ മനപ്പൊരുത്തം ഇല്ല അപ്പോഴേ. അപ്പം അത് കാശിൻ്റെ ബലത്തിലോ സ്വർണത്തിൻ്റെ ബലത്തിലോ വസ്തുവിൻ്റെ ബലത്തിലോ ഒന്നുമല്ല, സൗന്ദര്യത്തിൻ്റെ ബലത്തിലോ അല്ല വിവാഹം കഴിപ്പിക്കേണ്ടത്. മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമുണ്ടോ എന്ന് നോക്കുക. അറിയാവുന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന പയ്യനാണ്, അവർ തമ്മിൽ ചേരും, അവർ തമ്മിൽ സംസാരിച്ച് അവരുടെ ഭാവി ജീവിതം അവർ ഓൾറെഡി സംസാരിച്ച് തീരുമാനിച്ചിട്ട് അവർ തമ്മിലൊരു തീരുമാനത്തിലെത്തട്ടെ. എന്നിട്ടും അവർക്ക് ചേരാൻ സമ്മതമാണെങ്കിൽ ഒരു 50% ഓക്കെ ആയി. പിന്നീട് ബാക്കിയൊക്കെ എല്ലാ കുടുംബങ്ങളിലും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ ഇമ്പത്തിന് കുറവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു 90-95% കുടുംബങ്ങളും പ്രശ്നങ്ങളുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്. അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റൂ. കാരണം 2 തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു തലത്തിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. രക്തബന്ധമൊന്നും അല്ലല്ലോ ഉണ്ടാവാം. എന്നാലും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ പൊരുത്തക്കേടുകളില്ലാതെ മനപ്പൊരുത്തമുണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ വിവാഹബന്ധം ഉറപ്പിക്കുമ്പോൾ അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ തമ്മിൽ കുറച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. അവരവരുടെ പ്രശ്നങ്ങൾ, അവരാണ് ജീവിക്കേണ്ടത്, അവരുടെ സ്വപ്നങ്ങൾ, ഇവരുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും എന്താണെന്നൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒന്നും അറിയാതെ ആ വീട്ടിലേക്ക് കയറി വന്നു വീഴുമ്പോൾ അമ്മായിമ്മ പോലും അല്ലെങ്കിൽ നാത്തോൻ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, അവർ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. പൊരുത്തം മാത്രമല്ല പൊരുത്തം, മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. നന്ദി, നമസ്കാരം.